ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചതിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് ഡിഎംഒ റിപ്പോർട്ട് തേടി. ആന്റിവെനം കൊടുത്തില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. അഴൂർ സ്വദേശികളായ ദിലീപിന്റെയും അനുവിന്റെയും മകൻ ദിക്ഷലാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. കുട്ടിയെ ഉടൻ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കാര്യമായ പരിചരണം നൽകിയില്ലെന്ന് കുട്ടിയുടെ പിതാവ് ദിലീപ് ആരോപിച്ചിരുന്നു. കുട്ടിയുടെ മൃതദേഹം അഴൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആർ.ബി. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, ഡിഎംഒ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ആന്റിവെനം കൊടുത്തില്ല, കൃത്യമായ ചികിത്സ നൽകിയില്ല എന്നതിലാണോ ഇപ്പോൾ വിശദീകരണം തേടുന്നത്? ഈ ചിറയൻകീഴിൽ കുട്ടി മരിച്ചതിനെ തുടർന്നാണ് ഇപ്പോ ആശുപത്രി സൂപ്രണ്ടിനോട് ഡിഎംഒ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ദിക്ഷലിന്റെ മരണത്തിൽ മതിയായിട്ടുള്ള ചികിത്സ ലഭിച്ചില്ല എന്ന് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ അച്ഛൻ ദിലീപ് ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് ഡിഎംഒ റിപ്പോർട്ട് തേടിയത്. പക്ഷെ ഇതിലിപ്പോ ആശുപത്രി സൂപ്രണ്ട് നൽകുന്ന വിശദീകരണം ആന്റിവെനം കൊടുത്തില്ല എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്. കാരണം കുട്ടിയുടെ രക്തപരിശോധനയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായി കണ്ടില്ല എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. മാത്രമല്ല, ഏത് പാമ്പാണ് കടിച്ചത് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ, അക്കാര്യം പറയാൻ വേണ്ടി കഴിഞ്ഞത് അൺനോൺ സ്നേക്ക് ബൈറ്റ് എന്ന് മാത്രമാണ് പറഞ്ഞുവെന്നാണ് ആശുപത്രി പറയുന്നത്. അതുകൊണ്ടാണ് ആന്റിവെനം കൊടുക്കാത്തത് എന്നുള്ള കാര്യം കൂടി പറയുന്നത്. ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇക്കാരണത്താലാണ് ആന്റിവെനം കൊടുക്കാത്തതെന്നും ബാക്കി ചികിത്സയെല്ലാം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നെന്നും ആശുപത്രി വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും അടിയന്തരമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഡിഎംഒ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീജയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയം മുമ്പാണ് അഴൂരുള്ള വീട്ടുവളപ്പിൽ നടന്നത്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഒക്കെ തന്നെ ഒരു സാന്നിധ്യത്തിലായിരുന്നു ഈ ചടങ്ങുകൾ നടന്നത്. വികാരമായിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു ഇത്. കാരണം ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണമായിരുന്നു. കാരണം രാവിലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് തന്നെ എന്തോ കടിച്ചെന്നും കാലിലൂടെ ഇഴഞ്ഞു പോയെന്നും ദിക്ഷല് അമ്മയോടും അമ്മുമ്മയോടും ഒക്കെ തന്നെ പറയുന്നു. അപ്പൊ തന്നെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും അവർ പറയുന്ന പ്രകാരം ചികിത്സയൊക്കെ നൽകി നേരെ മെഡിക്കൽ കോളേജിൽ വിട്ടു എന്നാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ തന്നെ, അതായത് വഴിമധ്യേ തന്നെ ദിക്ഷലിന്റെ മരണം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവമാണ്. അടിക്കടിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഈ പാമ്പ് കടിയേറ്റുള്ള കുട്ടികളുടെ മരണം ഉണ്ടാവുന്നത്. എന്തായാലും എന്തുകൊണ്ട് ആന്റിവെനം ദിക്ഷലിന് നൽകിയില്ല, ചികിത്സ വീഴ്ച ഉണ്ടായോ എന്നതിലാണ് ഇപ്പോൾ ഡിഎംഒ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ആർ.ബി. സനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.